ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് കപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കപ്പുകളോ ഗ്ലാസ്സുകളോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കപ്പ് മാത്രം മതി. മാത്രമല്ല, നമ്മൾ ഇതിന് വേണ്ടി ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പാത്രത്തിൻ്റെ മേലെ നമുക്ക് മറ്റൊരു പാത്രം വെക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇതിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ മൈക്രോവേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തും ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിന്ന് ഈ ഒരു സാധാരണ രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ആ വെള്ളം തിളച്ച് വരുന്ന ഒരു ആവി കൊണ്ടിട്ട് പാത്രം ചൂടാവും. ആ ചൂടിലാണ് നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഏകദേശം 150 ഗ്രാം വരുന്ന ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അളവ് ഉള്ള ഒരു ഗ്രാം കണക്കാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു പാക്കറ്റ് മുഴുവനും പിന്നെ മറ്റൊരു പാക്കറ്റിൻ്റെ പകുതിയും ആണ് ഞാൻ ചോക്ലേറ്റ് ബാറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കത് ഡാർക്ക് ചോക്ലേറ്റോ ആയാലും കുഴപ്പമില്ല, പിന്നെ സെമി ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത് അതെടുത്താൽ മതി. എന്നിട്ട് ഇതാ കണ്ടോ, ഇപ്പോൾ ആ പാത്രം ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആവും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ആവാനൊക്കെ തുടങ്ങി, ഏകദേശമൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചിങ്ങനെ തിക്കായിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൊച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ എടുത്ത് മാറ്റാം. പക്ഷെ ഞാൻ കുറച്ച് ഒരു തനി ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടും കുറച്ചൊന്ന് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടും ഇതിനകത്തോട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇച്ചിരി ഉപ്പുള്ള ബട്ടറാണ്. അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. ഉപ്പുള്ള ബട്ടർ ആകുമ്പം ഇത് കുറച്ച് നമുക്കൊരു പിരിഞ്ഞ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ആ ഒരു ചെറിയൊരു ഉപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ടേസ്റ്റി ആണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിപ്പോൾ ഇതുപോലെയൊക്കെ നല്ല ഭംഗിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തെ കുഴപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒരു കുത്തൽ കിട്ടും ആ ഒരു പുഡിങ് കഴിക്കുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉപ്പില്ലാത്ത ബട്ടറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു അല്പം ഉപ്പുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ചൊരു നല്ല തിക്കായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. തിക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉപ്പൊക്കെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണാൻ പറ്റും. ഞാനത് കാണിക്കാം. അപ്പോൾ അത് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചൂടാറട്ടെ. ആ ഒരു സമയത്ത് ഞാൻ 4 പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പിന് അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട്. നമുക്ക് അത്രയും നീളത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് മുറിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുറിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനകത്തോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും നട്ട്സ്, അതുകൊണ്ട് ചേർത്തു മാത്രം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ നമ്മുടെ കപ്പൊക്കെ ഈ ഒരു കണക്കിന് നീർപകുതിയാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുഡിങ് എന്നുള്ള രീതിയിൽ ചെറിയ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചോക്ലേറ്റിൻ്റെ നമ്മുടെ ആ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി മാറിയിട്ട് ഇപ്പോൾ ഇച്ചിരി ഒരു തരികളോട് കൂടിയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന ചോക്ലേറ്റിനെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പാത്രത്തിൽ ഈ ഒരു ഗ്ലാസ്സിനകത്ത് എത്രത്തോളം വേണമെന്നനുസരിച്ചിട്ടുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ 1/2 ഭാഗം ചോക്ലേറ്റും 1/2 ഭാഗം പുഡിങ്ങുമാണ് അങ്ങനെയാണ് ഇത് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഞാൻ ഒരു 1/2 ഭാഗം ആ ഗ്ലാസിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അതിൻ്റെ പകുതി നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ 4 കുഞ്ഞു കപ്പുകൾ നിറച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് ഫ്രീസറിനകത്ത് ഒരു 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്കൊരു പുഡിങ് തയ്യാറാക്കണം. പുഡിങ്ങിൻ്റെ ഒരു ബേസ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് ഞാൻ 300 ml പാലാണ് എടുത്തിരിക്കുന്ന. പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അത് പുഡിങ്ങിനൊക്കെ എപ്പോഴും അങ്ങനത്തെ പാലാണ് ഏറ്റവും നല്ലത്. ഇനി ചെയ്യാനുള്ളത്, ഈ പാലൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും 1/4 കപ്പ് പഞ്ചസാര. ഒത്തിരി പഞ്ചസാരയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ ചോക്ലേറ്റിൻ്റെ മേലെയാണ് ഈ പുഡിങ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചോക്ലേറ്റിന് തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ചേർക്കാം. അപ്പോൾ ആ പാല് ഒക്കെ അവിടെ ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പം കോൺഫ്ലവറിന് പകരം മൈദ ചേർക്കാവോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം മൈദ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കോൺഫ്ലവർ ആണ് ഇച്ചിരി കൂടെ സെറ്റ് ആവാനായിട്ട് ഏറ്റവും നല്ലത്. പുഡിംഗ് ഒക്കെ നല്ല ജെല്ലി പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് കോൺഫ്ലവർ തന്നെ നമ്മൾ ചേർക്കണം. ഇനി ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പും കൂടെ ചെറു ചൂടുള്ള പാലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് എടുത്തിട്ട് ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നല്ല ഇതുപോലെ അതിലത്തെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമ്മൾ പാലും വെള്ളം പോലാക്കി എടുക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം നമ്മുടെ പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലത്തെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു കുത്തിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെനില എസൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് എസൻസ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കളറുകൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ എഡിബിൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, വൈറ്റ് കളറായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. കോൺഫ്ലവർ ആണ് നമുക്കറിയാം, നിമിഷ നേരം കൊണ്ടാണ് ഇത് നല്ല കുറുകി തിക്കൊക്കെ ആയിട്ട് വരിക. അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇത് ഇങ്ങനെ കുറുകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ നിർത്തുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് ഇച്ചിരി കുറുകി, നല്ല കുറുകി, ഇച്ചിരി നന്നായിട്ട് തന്നെ ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ പുഡിങ് നല്ല ജെല്ലി പോലെ വരത്തുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ പുഡിങ്ങൊക്കെ ചൂടാറി ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതങ്ങനെയാണ്, കോൺഫ്ലവർ ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് 5 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ 5 മിനിറ്റ് കൊണ്ട് സെറ്റാവും കേട്ടോ. പിന്നെ ഓരോ ഫ്രീസറിൻ്റെ ആ ഒരു തണുപ്പ് അനുസരിച്ചിട്ട് മാറും. ചിലപ്പോൾ 5 അല്ലെ 10 അത്രയും നേരം മതി. ഇവിടെ 5 മിനിറ്റ് കൊണ്ട് എനിക്ക് ശരിയായിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ചോക്ലേറ്റിൻ്റെ മേലെ ഈ ഒരു ചെറു ചൂടുണ്ട് കേട്ടോ ഞാൻ എടുക്കുന്ന പുഡിങ്ങിന്. ഇപ്പം നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് പുകയൊക്കെ ആവിയൊക്കെ പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഒത്തിരി അങ്ങ് ആവാതിരുന്നാൽ മതി. ഒത്തിരി ചൂട് വരുമ്പോഴത്തേക്കും നമ്മുടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ക്രീം അല്ലെങ്കിൽ പുഡിങ്ങിൻ്റെ ബേസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനും അതുപോലെ അത് ആ പാത്രത്തിനകത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് ലെവലായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യും. ഇനി ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ കുറച്ച് പിസ്ത ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി അതല്ല ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കളർ എന്തെങ്കിലും, ഈ പറഞ്ഞ പോലെ എഡിബിൾ ഫുഡ് കളർ എന്തെങ്കിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതും ഇതിൻ്റെ മേലെ ടോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തുന്ന നല്ല കളർഫുള്ളായിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പുഡിങ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുഡിങ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡുകളിൽ നിന്നൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വിടുവിച്ചൊക്കെ നോക്കുക. അപ്പോൾ അതിങ്ങനെ വിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ പുഡിങ് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഒരു കത്രിക എടുക്കുക, ഒരു സിസർ എടുത്തിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മുറിക്കുക. ഒരു ചെറുതായിട്ടൊരു വെട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ഇതേപോലെ ഈസി ആയിട്ട് തന്നെ ഇത് വരും കേട്ടോ. നമുക്ക് ചുറ്റി അങ്ങ് ഇത് ഊരിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ പുഡിംഗ് ഇവിടെ റെഡിയാണ്. കണ്ടോ, ഇത് ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. ഇതിന് നമ്മൾ ഒരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല. ആ ഒരു ചോക്ലേറ്റിൻ്റെ കപ്പിൻ്റെ മേലെയാണ് നമ്മുടെ പുഡിംഗ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഷേപ്പല്ലായിട്ടുള്ള നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ് നമ്മളൊരു സ്പൂണും ഉണ്ട്. നമുക്ക് ആദ്യം പുഡിങ്ങും അതിൻ്റെ തൊട്ട് താഴെ ചോക്ലേറ്റൊക്കെ പതുക്കെ മെൽറ്റായിട്ട് വരുമ്പം അതും ടേസ്റ്റിയാണ്. നമ്മൾ ഈ ചോക്ലേറ്റിനകത്ത് അല്പം നട്ട്സൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടും പിന്നെ ബട്ടറിൻ്റെ കുഞ്ഞൊരു ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ കൂടെ ചേർത്ത് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.